ബത്തേലേ പാർക്കിങ്ങിന് പ്രശ്നമാണെന്ന് അറിയാം. പക്ഷേ പാർക്ക് ചെയ്ത വണ്ടി എടുക്കാൻ പറ്റാത്ത കോലാണ് കണ്ടോ. ഈ വണ്ടി നമുക്ക് എടുക്കണം, പാർക്ക് ചെയ്ത വണ്ടിയാണത്. ഈ വണ്ടി എടുക്കണം വെച്ചാൽ എന്ത് ചെയ്യണം, ഈ വണ്ടി ഇവിടെ പാടില്ല. അതേമാതിരി ഇതാ കണ്ടോ, ഇതൊക്കെ പാർക്കിങ്ങിന് ഇതാക്കിയിട്ട വണ്ടികളാണ്. ഈ സെൻറ്ററിൽ കാണുന്ന ഓരോ വണ്ടി. പക്ഷേ ഇതൊക്കെ ഫോൺ നമ്പർ ഉണ്ട്. ഇതിമ്മി ഫോൺ നമ്പർ ഉണ്ട് കണ്ടോ, ഇതിമ്മി ഫോൺ നമ്പർ ഉണ്ട്. പക്ഷേ ഫോൺ നമ്പറിൽ ഒരു നമ്പർ കമ്മിയാണ്. അത് കാരണം ഇപ്പോൾ എന്തായി, നമ്മളൊരു എയർപോർട്ടിൽ പോകേണ്ട നാട്ടിൽ നിന്ന് ഒരു എയർപോർട്ടിൽ വരുന്ന ടീം സ്വീപ്പായി. എന്നിട്ട് വേറെ വണ്ടി ഓടിച്ചിട്ട് പോയിക്കുകയാണ്. അപ്പോൾ കണ്ടോ, ബാക്കിലൊക്കെ ഫ്രീ ആണ്. ശരിക്കും രണ്ട് സൈഡിലും ഇട്ട വണ്ടിക്ക് സെൻറ്ററിൽ ഇടാൻ പാടില്ല. പക്ഷേ ഇവിടെയൊക്കെ സെൻറ്ററിൽ ഇട്ടുക്കണം. ഒന്നും കുഴപ്പമില്ല, ഒക്കെ എല്ലാവരും നമ്പർ ഉണ്ട്, വിളിച്ചാൽ കിട്ടും. ഇപ്പോൾ ഞങ്ങൾ ഈ ചെങ്ങായിക്ക് വിളിച്ചു, അപ്പോൾ അയാൾ വന്നു. പക്ഷേ കാര്യമില്ല, ഇപ്പോൾ നമ്മൾ വണ്ടി എടുക്കേണ്ട വണ്ടി ഇതാണ്. ഇപ്പോൾ വെള്ളിയാഴ്ച ഇവിടെ എങ്ങനെയാണ് തരാം എന്ത്, പിന്നെ ഈ ഗല്ലിയിലേക്ക് അത്യാവശ്യമുള്ളവരൊന്നും കയറ്റി നിർത്താൻ പാടില്ല തരേ. ബത്തൻ്റെ ഓരോ സ്ഥിതി നോക്കുകയാണ് പഠിച്ചോനെ. കണ്ടോ, നിസാൻ സണ്ണിയാണ്. സ്വീപ്പായി നിൽക്കുകയാണ്, 3 മണിക്കൂറായി. ഇതൊക്കെ വണ്ടിയുണ്ട്, ഇതൊന്നും യൂസ് ചെയ്ത വണ്ടികൾക്കൊന്നും എടുക്കാൻ പറ്റില്ല, സെൻറ്ററത്തെ വണ്ടി എടുക്കാതെ. പക്ഷേ അതിനൊന്നും കുഴപ്പമില്ല, എല്ലാ വണ്ടിക്കും നമ്പർ ഉണ്ട് കണ്ടോ. 10 നമ്പർ എല്ലാ വണ്ടിക്കും ഉണ്ടോ, റബ്ബർ നമ്പർ എഴുതിച്ചിരിക്കണം. അതേമാതിരിക്ക് എല്ലാ വണ്ടിക്കും എന്തുണ്ട്, നമ്പർ ഉണ്ട് കണ്ടോ. അതിനൊക്കെ വലിയ സ്ഥലത്ത് എഴുതിച്ചിരിക്കണം. അതേമാതിരിക്ക് ഈ വണ്ടികൾക്കൊക്കെ നമ്പറുണ്ട്. പക്ഷേ കണ്ടോ, അപ്പോൾ എന്താ പറയുക, നമ്മൾ വണ്ടി നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാണും. പാർക്കിംഗ് കിട്ടിയെന്ന് എഴുതിയിട്ട് സേഫ് അല്ല. ഇവിടെ പാർക്കിംഗ് കിട്ടിയാലാണ് ഇപ്പോൾ ഇവിടെ സേഫ് അല്ലാത്തത് തോന്നുന്നുണ്ട്. ഓരോരോ അംഗങ്ങൾ ഒരു മസീരിൻ്റെ വേണ്ടിയിട്ട് വണ്ടിയാണ്. ഇനിയിപ്പോൾ വെള്ളിയാഴ്ച പള്ളിക്ക് പോകാൻ 10-11 മണിയായി. ഇനി പള്ളിക്കെങ്ങാനും പോകാൻ വരികയാണെങ്കിൽ കഴിച്ചിലായി അല്ലേ. അതിൻ്റെ അടിയിൽ കണ്ടോ, അവിടെ ഒരു ബംഗാളി എന്തൊക്കെ പെറുക്കുന്നുണ്ട് കുപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് ഗൾഫല്ല. ശരി എന്നാൽ.